പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ആള് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മുടെ അച്ചമ്മച്ചി ഇവിടെ ഇല്ലായിരുന്നതുകൊണ്ട് ഒരു മാസമായിട്ട് അച്ചമ്മച്ചി വലിയമ്മച്ചിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ കാരണം ഹോസ്പിറ്റലിലും വീട്ടിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വല്യമ്മയുടെ കൂടെയായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടിയൊക്കെ? പരിപാടിയൊക്കെ ഏതായാലും ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവന്ന് ഏതായാലും വീട്ടിലാക്കി തന്നെ സ്വന്തം കാര്യങ്ങളെല്ലാം ചെയ്യാറായി. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചമ്മച്ചി വന്നതുകൊണ്ട് നമ്മൾ ഇന്ന് കുറേ ഓർഡർ നമുക്ക് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പം ചമ്മന്തിപ്പൊടി, പിന്നെ ചിപ്സ് അല്ലേ, എല്ലാ സാധനവും പെൻഡിങ് ആയിരുന്നു. നമ്മള് വാട്സാപ്പില് കമ്മ്യൂണിറ്റി ഒക്കെ തുടങ്ങിയിട്ട് പ്രൊഡക്ട്സ് ആഡ് ചെയ്യാനേ നമ്മുടെ സ്റ്റോക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഫുള്ള് സ്റ്റോക്ക് ആക്കിയിട്ട് സ്റ്റോക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് ചമ്മന്തിപ്പൊടി നമ്മൾ ഫസ്റ്റിലെ കുറച്ച് ഓർഡർ ഉള്ളത് നമ്മൾ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. മുഴുവൻ ബ്രൗൺ കളറായി അല്ലേ ചമച്ചി? തീ നിർത്തി. ഇതിൽ കൂടുതൽ മൂത്താലേ മൂത്ത് പോകും പൊടിക്കുമ്പോ. അപ്പൊ ഇത് കറക്റ്റ് വരുവായി. ഇത് കറക്റ്റ് വരുവോ? ഇനി നമുക്ക് നല്ല കളറായിട്ട്. ഇനി നമുക്ക് എന്നാ ചെയ്യണ്ടേ? ഇനി ഇതിന് ഉപ്പും പുളിയും ഒക്കെ ചേർത്ത് പിന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. നമുക്ക് അതിലേക്ക് കിടക്കാം. ഇനി തണുക്കണമല്ലേ? ഇത് നല്ലപോലെ തണുക്കണം. ഇനി പൊടിക്കണമെങ്കിൽ പൊടിക്കണേ ഇനി അരമണിക്കൂർ കൂടെ കഴിയണം. അരമണിക്കൂർ കൂടെ കഴിഞ്ഞാലേ ഇതേ തണുത്ത് വരുവുള്ളൂ. ഇപ്പൊ എണ്ണയല്ലേ ഉണ്ടോ? എണ്ണ ഉണ്ടോ? ഉരുളിക്കകത്ത് കണ്ടോ എണ്ണ? ഇതിനി തണുക്കട്ടല്ലേ എന്നായിരുന്നു. ഇത് ഉരുളിയല്ലേ എണ്ണമയമല്ലേ, ഇത് നല്ലപോലെ തണുക്കണം. നല്ല പത്തലമുളക് പൊടിയല്ലേ. തീ നിർത്തി കഴിയുമ്പം ഇച്ചിരി നേരം ഇളക്കി കഴിഞ്ഞേച്ച് പത്തലമുളക് പൊടി ഇടണം. ഇല്ലെങ്കിലേ മുളക് കരിഞ്ഞു പോകും പൊടിയായതുകൊണ്ട്. പത്തലമുളക് മുറിച്ചിട്ടാലും മതി വറക്കുമ്പോൾ. ഇനി ഇത് ഇളകട്ടല്ലേ? അല്ല, ഇനി ഇത് നല്ലപോലെ മിക്സ് ആകട്ടല്ലേ? ഇനി ഇത് ഇളക്കണം. ഇതുപോലെ ഇളക്കി മിക്സ് ആക്കി ഈ പത്തലമുളക് പൊടി ഈ തേങ്ങയുടെ വറുത്ത തേങ്ങയുടെ ചൂട് കൊണ്ടേ ഈ മുളക് പൊടി നല്ലപോലെ കറക്റ്റിന് മൂത്തോളൂ ഇതിനകത്ത് കിടന്നു. പുളി ഇങ്ങനെ മുറിച്ചിരുന്നേ. അതേ പുളി നമ്മൾ കുരു കുത്തിയേ വെളിച്ചെണ്ണയും ഉപ്പും കുരുമുളകും ഒക്കെ പുരട്ടിയേ ഉരുട്ടി വെച്ചിരിക്കുന്ന. അത് അങ്ങനെ ഇട്ടാലേ തേങ്ങയുടെ കൂടെ പൊടിയാൻ താമസം. അതുകൊണ്ട് ഇങ്ങനെ ഇത് ഞുറുക്കിയിടും. നമ്മുടെ ചമ്മന്തിപ്പൊടിക്കുള്ള തേങ്ങ എല്ലാം സെറ്റായി. ഇനി പുളിയും ഉപ്പും പോയിട്ട് പൊടിച്ചെടുക്കും അല്ലേ? ഇനി പുളിക്ക് ചേരുന്നതും തേങ്ങയ്ക്ക് ചേരുന്നതും കൂടെ ഉപ്പും കൂടെ ഇടണം. ഇനി നമുക്ക് അരച്ചെടുത്തേക്കാം അല്ലേ? പൊടിച്ചെടുക്കാം. നല്ലപോലെ തണുത്തിട്ടുണ്ടല്ലേ? നമുക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുത്തേക്കാം, പൊടിച്ചെടുത്തേക്കാം. നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അതെ, നമ്മുടെ ചമ്മന്തിപ്പൊടി. ഇനി നമുക്ക് കുറെ സാധനം ഉണ്ടാക്കണ്ടേ ഇന്ന് തന്നെ? ഇനിയിപ്പം നാളെയും പൊടിക്കണം. ഇത് കുറച്ചേ ഉള്ളൂ. ഇതിപ്പം 2 പേർക്ക് അയക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് നാളെ കുറച്ച് ഉണ്ട്. അപ്പം നാളെ ബാക്കിയും കൂടെ കുറെ കൂടെ പൊടി. നാളെ നാളത്തെ കഴിഞ്ഞുമായിട്ട് കുറെ കൂടെ പൊടിക്കണം. കുറച്ച് പേര് വരുന്നുണ്ട്, അവർക്കെല്ലാം കൊടുക്കണം. അച്ചമ്മച്ചി നാട്ടിൽ പോയിട്ട് ഇപ്പം എത്ര ദിവസമായി? 27 ദിവസം. അപ്പോൾ ഒരു മാസമായിട്ട് നമ്മുടെ കൂടെ ഇവിടുന്ന് നാട്ടിൽ പോയി അതിലെ കറങ്ങി നടക്കുമായിരുന്നു. പിന്നെ കറങ്ങി നടക്കുമായിരുന്നു. പൊക്കണം. ആശുപത്രി 10 ദിവസം ചെന്ന് 2 ദിവസത്തിന് കുഴപ്പമില്ലായിരുന്നു. 3-ാം പക്കം തുടങ്ങി അമ്മച്ചിക്ക് ഭയങ്കര ചുമയും തുടങ്ങി, ജലദോഷവും തുടങ്ങി, ശ്വാസം മുട്ടലും തുടങ്ങി. പിന്നെ ആശുപത്രി കൊണ്ടുപോയി. അവിടെ കിടക്കണമെന്ന് ഓർത്തില്ല. പക്ഷെ ചെന്നപ്പം 10 ദിവസം ആശുപത്രി കിടന്നില്ലേ. അപ്പൊ എത്രയായി? 14 ദിവസമായി. പിന്നെ പോയിട്ട് എത്ര ദിവസം വീട്ടിൽ നിന്നേ? ആശുപത്രിയിൽ നിന്ന് വന്ന് പിന്നെ അവരെ എഴുന്നേറ്റ് നടക്കാതെ പിന്നെ എഴുന്നേപ്പിച്ച് നടത്താറാക്കി. അത് പറഞ്ഞാൽ മതി. തീറ്റയും കുളിപ്പിച്ച് എല്ലാം ചെയ്ത് ഇപ്പം തന്നെ സ്വന്തം കാര്യം ചെയ്യാറായി. ആശുപത്രി വെച്ചും വീട്ടിൽ വന്നു കഴിഞ്ഞ് 2 ദിവസത്തിനോട് സ്വന്തം കാര്യം പോലും ചെയ്യലായിരുന്നു. ഇപ്പൊ നല്ല വിശപ്പാ. അല്ല, ഇപ്പം നല്ല വിശപ്പുണ്ടാകണം. എന്നാന്ന് വെച്ചാൽ നല്ല വിശപ്പ് ഉണ്ടായത് കൊണ്ടാണ് ഇപ്പം ഇത് നടക്കുന്നത്. നല്ലപോലെ ആഹാരം കഴിക്കുന്നുണ്ട്. 2 പേരും കഴിക്കുന്നുണ്ട്. അന്നേരം വിശപ്പ് കുറവാന്നും പറഞ്ഞുകൊണ്ട് ഈയിടെ ചാച്ചാൻ ആഹാരം കുറച്ചപ്പോൾ അവൻ ചെന്ന് വിശപ്പിന് മരുന്ന് മേടിച്ചു. ഇനി വിശപ്പില്ലെന്നും പറഞ്ഞിട്ട് കഴിക്കാതിരിക്കണമെന്നും പറഞ്ഞിട്ട് പോയി മരുന്ന് മേടിച്ചു ഒന്ന് കൊടുത്തു. 2 പേർക്കും അങ്ങ് കൊടുത്തു. 2 പേർക്കും ഭയങ്കര വിശപ്പ്. അവൻ പറയുന്നേ എന്നാന്ന് വെച്ചാൽ കഴിക്കട്ടെ, ആവശ്യത്തിന് കഴിച്ചോട്ടെന്ന്. പിന്നെ തീറ്റയ്ക്കും കുടിക്കും അവിടെ ഒരു ഇഷ്ടം പോലെ എല്ലാ സാധനവും.
നമുക്ക് കഴിക്കാൻ വല്ലതും ഉണ്ടോ വൈകുന്നേരം? അതിനാ കുഞ്ഞി? നമുക്ക് കഞ്ഞിയാണല്ലേ അച്ഛൻ? എന്നാ കഞ്ഞി? ഏ? എന്നാ കഴിക്കാനുള്ളത്? ആ ആ അവര് രണ്ടുപേരും കഴിച്ചു. ആണോ? ആ. അവരുടെ ഫുഡ് കഴിഞ്ഞു. അല്ല, അവൻ ഏത്തക്കായും മറ്റേ എന്തുവാ അത് പീനട്ട് ബട്ടറും കൊണ്ട് എടുത്തു കൊണ്ട് വെച്ചു. ഉം. ആദ്യം പോയി ഇവൻ കഴിച്ചു, നമുക്ക് ഇച്ചിരി ബാക്കി കഞ്ഞി, അവനും കഴിച്ചു. നമുക്ക് ഇച്ചിരി കഞ്ഞി ഉണക്കമീനൊക്കെ ഉണ്ടോ? കഞ്ഞിയുണ്ട്, ഉം. ഉണക്കമീൻ വറുത്തതുണ്ട്, മോര് കറി ഇരിപ്പുണ്ട്, ഉം. വഴുതനങ്ങ തോരൻ ഇരിപ്പുണ്ട്. ആ ഓർഡർ ഉണ്ടായിരുന്ന ആ. സാധനങ്ങളെല്ലാം എടുത്തോ? ആക്കിയോ? അവിടെ തന്നെ എന്നോട് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കി വെച്ചു സമ്മന്തിപ്പൊടി. ആണോ? ആ, ഉണ്ടായിരുന്ന തേങ്ങയ്ക്ക് ഉണ്ടാക്കി. ഇനി ബാക്കി നാളെ തേങ്ങ മേടിച്ചാൽ കുറെ കൂടെ ഉണ്ടാക്കും. ബാക്കിയുണ്ട്. മേടിച്ചുകൊണ്ട് തരുന്നതനുസരിച്ച് ഉണ്ടാക്കും. പിന്നെ ഉപ്പേരി ഉണ്ടാക്കണമെങ്കിൽ വാഴയ്ക്കാൻ മേടിച്ചു. അതെ അതെ, ഒരു മാസമായിട്ട് നമുക്ക് വന്ന ഓർഡറുകളെല്ലാം നമ്മൾ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവായിരുന്നു. ഒരാഴ്ച 4-5 ദിവസം കൂടെ ഞാൻ ഇവിടെ നിൽക്കുള്ളൂ. അന്നേരത്തേനും വേണമെങ്കിൽ ഉണ്ടാക്കി സാധനം മേടിച്ചിട്ടുണ്ടെന്നാ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. അത് കഴിഞ്ഞാൽ ഇനിയും പോകും. വീണ്ടും കോരിത്തോണ്ട് പോകും. എന്നാലേ നടക്കത്തുള്ളൂ അല്ലേ? അവിടെ വീട് മേടിച്ചാൽ ചാച്ചനെയും അമ്മച്ചിയും കൂടെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകും. ആ. അപ്പൊ എനിക്ക് അവിടെ സുഖമായിട്ട് നിൽക്കാം. കണ്ടോ? അപ്പൊ നമ്മളെ ഒന്നും വേണ്ട. എടാ, അച്ഛനും അമ്മയും കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയൊക്കെ. അതല്ലേ പോലെ എങ്ങനെയുള്ളൂ. അതത്രേ ഉള്ളൂ. അതിപ്പോ നമുക്കാണല്ലോ അതെ. അവർക്ക് അത്രയും പ്രായമായില്ലേ? അവരിനി എത്ര കാലം കാണും നമ്മുടെ കൂടെ? അപ്പൊ അവരെ നമ്മള് പിള്ളേരെ നോക്കുന്ന പോലെ നോക്കണം. ഞാൻ അവരുടെ നിങ്ങളൊക്കെ ഓടി നടക്കുന്നവരാ. അപ്പൊ നിങ്ങളെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക, ഫോൺ വിളിക്കാം എപ്പോഴും. അവർക്കാകുമ്പോ ഫോൺ വിളിക്കാൻ അറിയത്തില്ല. അവരെ നന്നായിട്ട് അവരെത്ര കാലം ഇനി അതിൽ ഇരുന്നിടത്തോളം കാലം ഒന്നും ഇരിക്കുകയില്ല. ഏതാനും വർഷങ്ങളെ കാണുള്ളൂ. അപ്പൊ അവരെ നല്ലപോലെ നോക്കണം. അതല്ലേ സന്തോഷം. അതാണ് നമ്മുടെ സന്തോഷം, അതാണ് നമ്മുടെ ജീവിതം. അച്ഛനും അമ്മയില്ലാത്തൊരു ജീവിതത്തെ പറ്റി ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം സംഭവിക്കേണ്ട കാലത്ത് ഓരോന്നും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അവരെത്ര കാലം ഇരുന്നാലും അധികപ്പറ്റായിട്ട് തോന്നുന്നില്ല. അപ്പൊ എന്നാ നമുക്കുള്ള കഞ്ഞിയെ കുടിച്ചേക്കാം അല്ലേ? അപ്പൊ ഇന്നത്തെ നമ്മുടെ അത്താഴം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അച്ചമ്മച്ചിയും കൂടെ വന്നുകൊണ്ട് ഇന്ന് അടിപൊളി അത്താഴം. ഇന്ന് എല്ലാവർക്കും കൂടെ ഒന്നിച്ചിരുന്ന് എത്ര ദിവസമായി ചോറുണ്ടിട്ട്? നമ്മൾ 5 പേരോട് ഇരുന്ന് കഴിച്ചിട്ട് ഒരു മാസമാകും. അതായത് ശരിക്കും പറഞ്ഞാൽ അമ്മച്ചി ഇല്ലായിരുന്നതുകൊണ്ട് ആ പഴം മൊത്തത്തിൽ പ്രശ്നമായിരുന്നു. എനിക്കും അതെ, താളം തെറ്റി കിടക്കും. എനിക്കും അവിടെ തിന്നാനെടുത്ത് നോക്കുമ്പോ ഒരു പ്രശ്നമായിരുന്നു. എല്ലാരും കൂടി ഇരുന്ന് ഒന്നിച്ച് കഴിച്ചിട്ടേ ചാച്ചനും അമ്മച്ചിക്കും എടുത്ത് കൊടുത്തേച്ച് പിന്നെ ഞാൻ തന്നെ ഇരുന്ന് ചാച്ചൻ പറയും എടുത്തു നോക്കുമ്പോഴേ വാഗച്ച എടുത്തോന്നു. പക്ഷെ അന്നേരം പിന്നെ അവർക്ക് കുടിക്കാൻ കൊടുത്തു, പിന്നെ ഗുളിക കൊടുക്കണം, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ ഇരുന്ന് കഴിക്കും. ഇപ്പൊ കഴിച്ചൊന്നും ഒരു സുഖമില്ല. അതങ്ങനെ നമ്മൾ എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന ആ ഒരു ഫീല് കിട്ടത്തില്ല. ഇത് നല്ല അടിപൊളി സംഭവങ്ങളാണ് കേട്ടോ. ഇന്നത്തേത് ചമ്മന്തിപ്പൊടി ഉണ്ട്, പിന്നെ ഗ്രീൻ പീസ് ഉണ്ട്, വഴുതനങ്ങ തോരനുണ്ട്, പിന്നെ മുട്ടയുണ്ട്, നമ്മുടെ മുള്ളൻകുറിച്ചി സ്പെഷ്യൽ മുള്ളൻകുറിച്ചിയുണ്ട്. പിന്നെ വറ്റൽമുളക് അരച്ചത്. വറ്റൽമുളക് അരച്ചുണ്ട്. ഒരു കാര്യം പറഞ്ഞാൽ വിട്ടുപോയി, ഇത് മോര് കറി, അടിപൊളി മോര് കറി ഉണ്ട്. എന്നല്ല ഇന്നിപ്പോൾ നമുക്ക് ആഘോഷമായിട്ട് അങ്ങ് കഴിച്ചേക്കാം. പക്ഷെ കുഞ്ഞിക്കുള്ള ഓംലേറ്റ് അടിക്കുന്നേ ഉള്ളൂ. നോക്കി ആണോ കുഞ്ഞേ, ഇന്നുവെല്ലാം നടക്കോ? കുഞ്ഞിക്കുള്ളതല്ല അതല്ലേ, അമ്മയ്ക്കുള്ളതാന്ന് തോന്നുന്നു. ആണോ? അമ്മയ്ക്ക് വിഷയില്ല, കുറെ മുളക് കൂടുതലിടും. അപ്പം നല്ല അടിപൊളിയായിട്ട് ഒരു മാസമായിട്ട് എല്ലാവരും കൂടെ ഒന്നിരുന്ന് കഴിച്ചിട്ട് ഒരു മാസമായി. അപ്പോൾ കഴിച്ചേക്കാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.